ശല്യമുള്ള സ്ഥലമാണ്, അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ഇത് കണ്ടോ, സൂപ്പറല്ലേ? ഇതാണ് ഇവിടുത്തെ ഡേഞ്ചർ പോയിൻ്റ്. ഒരു ചെറിയ സ്നാപ്പ് കിട്ടിയാൽ താഴെ കിടക്കും. അതുകൊണ്ട് അവിടെ കുപ്പിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. നമ്മൾ ഹരിഹർ ഫോർട്ടിലാണുള്ളത്. ഇത് കണ്ടോ, ഈ നടകൾ കയറി വേണം അതിനുള്ളിലേക്ക് പോകാൻ. അപ്പം നല്ല കഷ്ടപ്പാടുണ്ട്. ഇത്രയും കയറിയപ്പോൾ തന്നെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇനി ബാക്കിയും കൂടി കയറണം. മലയുടെ മുകളിലേക്കുള്ള ആ ഒരു ചെറിയ 80 ഡിഗ്രി ഇതിലുള്ള ഒരു നടയിലൂടെ വേണം പിടിച്ച് കയറി പോകാൻ. അപ്പോൾ ധാരാളം ആളുകൾ വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് കുറേ ടൈം എടുക്കും കയറിപ്പോകാൻ. അപ്പോൾ ശരി, അതിന് മുകളിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ആളുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. അപ്പോൾ ശരി, നമുക്ക് യാത്ര മുന്നോട്ട് പോകാം. അതാണ് നമ്മുടെ ലക്ഷ്യം, ഈ മലയുടെ മുകളിലെത്തുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. അടിപൊളി. അപ്പോൾ ഇതാണ് ഹരിഹർ ഘാട്ടിൻ്റെ മുകളിലെ ഭാഗം. മുകളിലെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് കയറിപ്പോകേണ്ട ഭാഗം. അപ്പോഴത്തെ ഈ സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. നല്ല ദൂരമുണ്ട്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടുള്ള യാത്രയാണ്. കയറിപ്പോയി ആ ഡോറിൻ്റെ ഉള്ളിലൂടെ വേണം പിന്നെ ഈ മലയെ തുറന്നുള്ള പാതയിലൂടെ പോകാൻ. അപ്പോൾ ശരി, യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മുമ്പോട്ട് പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കയറി മുകളിൽ അപ്പത്തെ ഞാൻ മണ്ടയിലോട്ട് വലിഞ്ഞു കയറുകയാണ്. എല്ലാവർക്കും പേടിയാണ്. भाई ये दोनों साइड में ग्रिप है पकड़ने के लिए, वो पकड़ के जाना. देखा ये ग्रिप पकड़ के जाओ. ഇങ്ങനെയുള്ള വഴി കൂടിയാണ് കയറി പോകുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സുഖമുണ്ട്. പിന്നെ താഴോട്ടുള്ള കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ പുറകെ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ നിന്നുള്ള സഹോദരന്മാരാണ്. കുറേ മലയാളീസ് ഉണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ച് പോയത്. അപ്പോൾ അവരൊക്കെ താഴോട്ടിറങ്ങിപ്പോയി. അപ്പത്തെ അങ്ങനെ മണ്ടയിലോട്ട് കയറി വരുവാണ്. മണ്ടയിൽ കയറി വന്നപ്പോൾ ഒരു ചെറിയ തരംഗം. കയറി വന്ന വഴിയുണ്ടോ, അടിപൊളിയല്ലേ? 2-3 പേര് കയറി വരുന്നുണ്ട്. വീടിന് താഴോട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതിനു മുമ്പ് അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് മേളോട്ട് കയറി പോവാണ്. അപ്പോൾ ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ടോ, അവൻ എൻ്റെ മൊബൈൽ വേണമെന്നാണ് പറയുന്നത്. കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ നേരെ മേളിലോട്ട് കണ്ട കയറി വന്ന വഴി കണ്ട, സൂപ്പറല്ലേ?
കൂടിയാണ് കയറി വന്നത്. കല്ലുവിട്ടുണ്ടാക്കിയിരിക്കുന്നൊരു ഗുഹ. അപ്പോഴത്തെ ഇനി ഇവിടുന്ന് മുകളിലോട്ടാണ് പോകേണ്ടത്. അതിനുള്ള മാർഗം നോക്കാം. മുകളിലെല്ലാം കുരങ്ങന്മാരുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി അല്പനേരം വിശ്രമിച്ചതിന് ശേഷം 2 ബിസ്ക്കറ്റ് ഇച്ചിരി വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. വലിയൊരു കുന്ന് കയറി വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം മാറിയിട്ട് നമുക്ക് മുകളിലേക്ക് യാത്ര തിരിക്കാം. ഇനിയും ഒരുപാട് ദൂരം മുകളിലേക്ക് കയറാനുണ്ട്, അതുകൊണ്ടുള്ള ഒരു ചെറിയ വിശ്രമം. അപ്പോൾ ശരി, യാത്ര തുടരാം. ഹരിഹർ ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. മനോഹരമായ ഗ്രാമഭംഗിയും അതോടൊപ്പം തന്നെ താഴെയുള്ള തടാകവും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കടന്നു വന്ന വഴികളാണ് ആ കാണുന്ന വഴി. വളഞ്ഞ് പുളഞ്ഞങ്ങനെ നീണ്ടു നിവർന്ന ആ കാടിന് നടുവിലൂടെ പോകുന്ന ആ വഴിയാണ് ആ കാണുന്നത്. ആ പ്രദേശമെല്ലാം നെൽപ്പാടങ്ങൾ, കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ സൈഡിലും അതുതന്നെയാണ് കേട്ടോ. ഈ ഹരിഹർ ഫോർട്ടിൻ്റെ സൈഡിലുള്ള ഈ ഗ്രാമങ്ങൾ, ഈ ഗ്രാമങ്ങളുടെ ഇടയിലുള്ള കാട്, ഈ കാട്ടിലെല്ലാം ചെറിയ ചീറ്റപ്പുലികളൊക്കെ ഉള്ള സ്ഥലമാണ്. അത് ഈ വഴിയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. നമ്മൾ വന്ന വഴിയാണിത് ഈ കാണുന്നത്. ആ കടകളുടെയൊക്കെ ഇടയിലൂടെ ആ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി അങ്ങനെയാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇറങ്ങി ആ വഴിയെല്ലാം ഇറങ്ങി താഴേക്കാണ് നമ്മൾ പോയത്. കണ്ടല്ലോ കടകളൊക്കെ ഇരിക്കുന്നത്, അതിലാണ് നമ്മൾ കയറി വന്നത്. അവിടുന്ന് ഈ കാടിറങ്ങിയാണ് നമ്മൾ താഴേക്ക് പോയത്. അപ്പോൾ ഇത്രയും ദൂരമാണ് താഴെ നിന്നൊക്കെ ആൾക്കാർ കയറി വരുന്നത്. ആ ഒരു വെളിം പ്രദേശമായിട്ട് നമ്മൾ കണ്ട ഒരു പ്രദേശം, അതിലേക്ക് ആൾക്കാർ നടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെയാണ് നമ്മൾ ഈ കാട് മൊത്തം കയറുന്നത്. അത് വളഞ്ഞു പുളഞ്ഞുള്ള മലയാണ്. അപ്പോൾ മനോഹരമായ ഈ പ്രദേശത്തെ കാഴ്ചകളിലൂടെ നമ്മൾ അവസാനം ഹരിഹർ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ എഡ്ജ് ഭാഗം. അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. മുകളിലൊക്കെ ഗ്രാമങ്ങളുണ്ട്, അവിടെയൊക്കെ നെൽപ്പാടങ്ങളുണ്ട്. ഇവിടുന്ന് ഇന്നലെ രാത്രി ആൾക്കാർ ആ വഴിയൊക്കെ കയറി പോകുന്നത് ഞാൻ കണ്ടിരുന്നു, ആ നെൽപ്പാടത്തേക്ക്. അതിൻ്റെ മുകളിൽ അവർ ഇന്നലെ തീ കത്തിച്ച് അവിടെ താമസിക്കുന്നുണ്ട്. ഇന്നലെ തീ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ വന്യജീവികൾ വരുമ്പോൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് തീയിടുന്നത്. അവിടെ തീയിട്ട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് കച്ചിയൊക്കെ ചുമന്നിട്ടേണ്ട അവിടെ കച്ചിത്തുറുമൊക്കെ ഇടുന്നുണ്ട്. ഒരു വർഷത്തേക്കുള്ള ആ നെല്ലും പിന്നെ ആ കച്ചിയുമാണ് മാട് വളർത്തലിനും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ജീവിതമാർഗത്തിനുമുള്ള ആഹാരമാകുന്നത്. താഴെ കാണുന്ന പാടങ്ങളൊക്കെ കൊയ്ത് ഇട്ടിരിക്കുന്നതാണ്, അതായത് കറ്റ ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ കാണാം, പക്ഷേ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഒരു പാർക്കിംഗ് ഏരിയ ആണ്, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. കുറേ കാലമായി അത് ഉണ്ടാക്കിയിട്ടിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയെല്ലാം ഉണ്ടാക്കിയിടും. ആ വരുന്ന വഴിയിലും നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ ഇൻഫർമേഷൻ സെൻറ്റർ അവിടെയുണ്ട്. പണ്ട് അവിടം വരെ വന്നതിന് ശേഷമായിരുന്നു എന്ന് തോന്നുന്നു ഇങ്ങോട്ട് ആൾക്കാർ വന്നിരുന്നത്. അവിടെ ആയിരുന്നിരിക്കണം ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. ചെക്ക് പോസ്റ്റായിട്ടുണ്ട്, പക്ഷേ അകത്തേക്ക് ഫ്രീ ടിക്കറ്റ് ഇല്ലാതെ എല്ലാവർക്കും കയറിപ്പോരാം. അതുപോലെ ആ മലയിലേക്ക് കയറിപ്പോകാനൊരു വഴി കാണുന്നുണ്ട് കേട്ടോ. ഒരു ട്രക്കിംഗ് ഏരിയ ആണ്. ആ മലയിലൂടെ അങ്ങനെ കയറി ആ മരങ്ങൾ ഇല്ലാത്ത സ്ഥലം കാണുന്നുണ്ടല്ലോ, അതിലെയൊക്കെ പശുക്കളെയായിട്ട് ആളുകൾ ആ മലയുടെ ഇടുക്കിലോട്ട് കയറിപ്പോകുന്നതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ പോകുന്ന വഴികളായിരിക്കണം, അല്ലെങ്കിൽ വെള്ളം ഒഴുകിയ വഴികളായിരിക്കണം. വെള്ളം ഒഴുകി വരുന്ന ചാലുകളായിരിക്കണം മുകളിൽ നിന്നും. അപ്പോൾ ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്, പൊടി കൂടുതലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മലകളുടെയൊക്കെ കാഴ്ച വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ എല്ലാം പൊടി മൂടിക്കിടക്കുകയായിരുന്നു, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഇത് നല്ല അത്യാവശ്യം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലത്തെ കഴിഞ്ഞ് ഒരു വ്യക്തതയുണ്ട് കാഴ്ചയ്ക്ക്.
അപ്പോൾ ശരി, ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രതിഷ്ഠയും ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റും. ഒരു ശിവപ്രതിഷ്ഠയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ കുളവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കാണാൻ, ചന്തമുള്ളൊരു കട അദ്ദേഹത്തിൻ്റെയാണ്. ഇവിടുന്ന് ഈ നടവഴി വേണം നമ്മൾ അങ്ങോട്ട് കയറി പോകാൻ. അപ്പോൾ ശരി, അങ്ങോട്ടുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ മേളിലോട്ട് കയറി പോവാണ് കേട്ടോ. ഹരിഹർ ഘാട്ടിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. നല്ല ഡീപ്പായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇതുണ്ടോ, കുത്തനെ കയറിപ്പോണം. ഇവിടെ കാല് വെക്കാനുള്ള ചവിട്ടി ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. താഴെ കൂടെ കയറി വന്നാലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറുകയാണ്. ആ 80 ഡിഗ്രി ഒന്ന് കയറുന്നതിനേക്കാളും കഷ്ടമാണ് ഇവിടെ ഈ 70 ഡിഗ്രി കയറാൻ. ഗ്രിപ്പുള്ള ഷൂ ഇട്ട് വന്നില്ലെങ്കിൽ മുഞ്ഞി കുത്തി താഴെ കിടക്കും, അത് ഉറപ്പാണ്. ഇനി മുകളിലോട്ടുള്ള കയറ്റമാണ് പാട്. അപ്പോഴത്തെ ഇവിടുന്ന് മണ്ടയിലോട്ട് കയറുക എന്നുള്ളതാണ് നല്ല പണി. സ്വര ആറാം കറക്കെ ചാവും. ഇവിടെ വരുമ്പോൾ ഉള്ളൊരു കാഴ്ച ഉണ്ട്. എന്തല്ലേ, എല്ലാ സ്ഥലത്തും ഓരോരോ കുളങ്ങളുണ്ട്. എവിടെ നോക്കിയാലും ഓരോരോ കുളങ്ങൾ. അതുകൊണ്ട് അവിടെയുണ്ട് കുളങ്ങൾ. അതൊരു മന്ദിറാണെന്ന് തോന്നുന്നു, ടെമ്പിളാണ്. ഇവിടുന്ന് ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റും. എന്നിട്ട് അങ്ങനെ ഈ വഴിയെ വരാൻ പറ്റും. അപ്പോൾ ആ ഹരിഹർ ഫോർട്ടിൻ്റെ എഡ്ജ് ഭാഗത്തെ ആ കാണുന്നത് ഫോർട്ടല്ല, ഹരിഹർ ഘാട്ടിൻ്റെ ഈ എഡ്ജ് ഭാഗമാണ് അങ്ങറ്റത്ത് കാണുന്നത്. അവിടെയാണ് ഒരു അമ്പലമുള്ളത്, ഒരു ക്ഷേത്രം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള യാത്രയാണ്. ഇത് പിടിച്ച് വേണം കയറിപ്പോകാൻ. കണ്ടോ, അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഹരിഹർ ഘാട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. കുറച്ച് റിസ്ക് എടുത്താണ് ഈ കല്ലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കയറി വന്നത്. കുറച്ച് റിസ്ക്, നമ്മൾ വലിയ റിസ്ക് എടുത്തിട്ടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തത് രാമക്കൽമേടിലെ ആ 2 കല്ലുകൾക്കിടയിലൂടെ ഏറ്റവും മുകളിലെത്താനാണ്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് റിസ്ക് ഇല്ല. ചെറിയ ചെറിയ ചവിട്ടുപൊടി പോലെയുള്ള കല്ലുകളിൽ പിടിച്ച് കയറി വരാൻ പറ്റും. അപ്പോൾ താഴേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഒരാൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ, ഇറങ്ങിപ്പോകുന്നു. അതുപോലെ വേണം എനിക്കും ഇറങ്ങിപ്പോകാൻ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കാറ്റടിച്ചൊക്കെ നിന്നിട്ട് താഴോട്ട് പോകാം. നമ്മൾ കയറി വന്ന ആ ഗ്രാമമൊക്കെയാണ് താഴെ കാണുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അങ്ങറ്റത്ത്. ആ ക്ഷേത്രത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അവിടെയും ഒരു കുളമൊക്കെ ഉണ്ട്. ആ സൈഡ് വഴി നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോവാം. അതുപോലെ തന്നെ ഏറ്റവും താഴെ ആ എഡ്ജിൽ ചെന്നിട്ട് വേണം നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവാൻ. അപ്പോൾ മനോഹരമായ കുറച്ച് കുളങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. 1 2 3 4 5 കുളങ്ങളാണ് ഈ ഏറ്റവും ടോപ്പിൽ. അതിലും വെള്ളമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ കല്ലൊക്കെ വെട്ടി ഇറക്കിയിരിക്കുന്നതിൻ്റെ ഒരു രീതി കണ്ടോ, അതാണ് ഭയങ്കര പ്രത്യേകത. ആ കല്ല് വെട്ടി ഇറക്കിയിരിക്കുന്നു. ഇതുണ്ടോ, ആ കല്ല് വെട്ടി പടികൾ പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ ചെറിയ ചെറിയ കുളങ്ങൾ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുൻപ് ഇവിടെ ക്ഷേത്രത്തിന് വേണ്ടി, ആ ചെറിയ ക്ഷേത്രപീഠങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചാന്ന് വെട്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ആ കല്ലുകൾ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ആ ക്ഷേത്രത്തിന് വേണ്ടി വെട്ടി ഉണ്ടാക്കിയ കല്ലുകളാണ്. വെട്ടി താത്തപ്പോൾ അവിടെ കുളമായിട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ താഴേക്ക് പോവുകയാണ്. അത് വനഭൂമിയാണ്. അവിടെയാണ് ഈ
കടുവയുടെയും ചീറ്റപ്പുലിയുടെയും ഒക്കെ ശല്യമുള്ളത്. താഴെ നമ്മൾ വന്ന ആ ഗ്രാമത്തിലെ നെൽപ്പാടമാണ്. ഇന്നലെ രാത്രി അപ്പോൾ ഹരിഹർ ഫോർട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ചിന്തിച്ചതല്ല, ഇങ്ങനെ എപ്പോഴും വീഡിയോ കാണുമ്പോൾ ചിന്തിക്കും ഇതിൻ്റെ മുകളിലൊന്ന് വരണമെന്ന്. അങ്ങനെ നമ്മുടെ കേരള ടു കാശ്മീർ സൈക്കിൾ യാത്രയുടെ ഒരു അസുലഭ നിമിഷമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇതിൻ്റെ പുറകിലൊക്കെ വലിയ ഡാമുകളാണ്. ഡാമിൻ്റെ റിസർവോയർ ലൈനാണ് ആ കാണുന്നത് മുഴുവൻ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. ഇനിയുള്ള യാത്ര മുന്നോട്ട് തുടരുകയാണ്. നാസിക്കിലേക്കാണ് ഈ യാത്ര. അപ്പോൾ ഹരിഹർ ഫോർട്ടിൻ്റെ കൊടി പാറുന്ന ഈ മലയുടെ മുകളിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിഫിലുള്ള ആ ഒരു അപ്പോൾ ഇങ്ങേ സൈഡിലുള്ള ക്ലിഫിലേക്ക് ഞാൻ വന്നതാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അത് കാണാനായിട്ടാണ് വന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രം. ഈ കാടിനുള്ളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലെ കരിങ്കല്ല് ചെത്തിയെടുത്തിട്ട് ഇതുണ്ടോ, ഈ കുളമൊക്കെ ആ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള കരിങ്കല്ല് ചെത്തിയെടുത്താണെന്നാണ് തോന്നുന്നത്. ചെത്തിയെടുത്തിട്ട് ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. ഇതെവിടെ നിന്ന് വന്നടാ? ഇതിൻ്റെ അകത്ത് മീൻ, നിറയെ മീനുണ്ട്. നമ്മുടെ നെറ്റിയപ്പൂഞ്ഞാന്ന് പറയുന്ന സാധനം. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് ഞാൻ വന്നു. പണ്ടുകാലത്തെ നിർമ്മിതികളാണ് ഉള്ളൂ. ഇതിൻ്റെ അകത്തൂടെ വേണം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ എന്നാണ് തോന്നുന്നത്. അതെ, ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. വെട്ടമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കരിങ്കല്ല് വെച്ചിട്ട് സിമെൻറ്റ് ഒത്തിരിക്കുകയാണ്. ഇങ്ങോട്ടും ഒരു ഇതുണ്ട്. ഇതാണ് ദർശനം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനുള്ളിലൂടെയാണ് ആൾക്കാർ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തണുപ്പിനെ അതിജീവിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊരു ഇത് കൽപ്പാളി വെച്ചിട്ട് കല്ലടുക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ മനോഹരം. ഒരു ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ആർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നില്ല, നിറച്ച് ചെളിയാണ്.